നിങ്ങളൊരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റ്, അതായത് 10,000 രൂപയ്ക്ക് താഴെ ഒരു ടാബ് നോക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് 2 സിം അതേപോലെ മെമ്മറി കാർഡൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം നോക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഇത്. ഇതാണ് റെഡ്മി പാഡ് SE 4G. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന 9,999 രൂപയ്ക്കാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഹലോ റെഡ്മി പാഡ്, റെഡ്മി ബൈ ഷോമി എന്നൊക്കെ കാണാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി പാഡ്. കൂടെ നിങ്ങൾക്ക് ഒരു 10 വാട്ടിന്റെ ട്രാവൽ അഡാപ്റ്റർ, ടൈപ്പ് സി ടു ടൈപ്പ് എ USB കേബിൾ, ഡോക്യുമെന്റേഷൻ ആൻഡ് ഒരു സിം എജക്ടർ ടൂൾ. സോ ഇതാണ് ടാബ്. ഇത് ആക്ച്വലി ഒരു വലിയ ടാബ് അല്ല, ഒരു കുട്ടി ടാബാണ്. ഇതിന്റെ സ്ക്രീൻ സൈസ് നോക്കുവാണെങ്കിൽ 8.7 ഇഞ്ച് ആണ് വരുന്നത്. മുകളിലും താഴെയും അത്യാവശ്യം ബെസൽ ഉള്ള ഒരു സ്ക്രീന്. താഴെയായിട്ട് നിങ്ങൾക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ആൻഡ് ഇവിടെയും അതേപോലെ മുകളിൽ 2 സ്പീക്കേഴ്സ് ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ട്. സോ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. ആൻഡ് ലെഫ്റ്റിലെ റൈറ്റിലെയും സ്പീക്കേഴ്സ് എല്ലാം തന്നെ ഈക്വലി ലൗഡാണ്. സോ കൊള്ളാം, സൗണ്ട് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ഓൾസോ മുകളിൽ നിങ്ങൾക്ക് ഒരു IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂവ്സ് ഉള്ളൊരു ടൈപ്പാണ്. ഇതിന്റെ ബാക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ റെഡ്മി 9 പവർ ഫോൺ ഓർമ്മയുണ്ടോ, ഏകദേശം അതേപോലത്തെ ഒരു ഗ്രൂവ് ടൈപ്പ് ബാക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് സിം ട്രേ. ഇത് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സിം, 2 നാനോ സിമ്മും ഒരു SD കാർഡും അറ്റ് എ ടൈം ഇടാനായിട്ട് പറ്റും. പക്ഷെ 2 4G സിം ആയിരിക്കണോ മാത്രം, കാരണം ടാബ് 5G അല്ലല്ലോ, 4G അല്ലേ. സോ 2 4G സിം ഒരേ സമയത്ത് ഇടാനായിട്ട് പറ്റും. റെഡ്മി പാഡിന്റെ സൈഡിൽ ഇരിക്കുന്നത് ഈ പാഡിന് IP53 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ്. പക്ഷേ ഇവർ പെട്ടിയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് IP52 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ്. സോ ഇത് IP52 ആണോ 53 ആണോ എന്നറിയില്ല. എന്തായാലും ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഇനി ബാക്ക് ടു ഡിസ്പ്ലേ. ഇതൊരു 8.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയിൽ ഏകദേശം 500 നിറ്റ്സ് ഉണ്ട്. ഇതിപ്പോൾ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടല്ലേ, ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. ഇൻഡോർ യൂസിന് കുഴപ്പമൊന്നുമില്ല. ഔട്ട്ഡോറിൽ നിങ്ങൾക്ക് 600 നിറ്റ്സ് വരെ കിട്ടുമെന്നാണ്. സോ ഔട്ട്ഡോറിൽ വിസിബിലിറ്റി കുഴപ്പമില്ല, ഷെയ്ഡിലൊക്കെ കുഴപ്പമില്ല, ഡയറക്റ്റ് സൺലൈറ്റിൽ അടിക്കുമ്പോൾ ഒന്നും കാണില്ല. ബട്ട് നോർമലി ടാബ് നമ്മൾ ഇൻഡോറിലായിരിക്കും ഒരു യൂസ് ചെയ്യുന്നത്. ആ ഒരു യൂസിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്, ബ്രൈറ്റ്നസ് ആണ്. ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1340x800 റെസൊല്യൂഷൻ ആണ് വരുന്നത്. ആൻഡ് ഇത് ശരിക്കും ഒരു 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. എന്നാൽ 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും ഉണ്ടല്ലോ, പല സമയത്ത് ഇതെനിക്ക് 90 ഹെർട്സ് ആണോ എന്ന് ഡൗട്ട് വരും. കാരണം ചെറിയ രീതിയിലുള്ള ജിറ്റർ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനോ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റുള്ള ടാബാണ്. സോ ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. എന്നാലും 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു 179 ppi ഉള്ള ഡിസ്പ്ലേ ആണ്. അതായത് ഇപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ അക്ഷരം എഴുതിയേക്കുന്നതിൻ്റെ പിക്സൽസ് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ റീഡിംഗ് മോഡ് അതേപോലെ ഐ പ്രൊട്ടക്ഷൻ മോഡൊക്കെ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ബുക്കൊക്കെ വായിക്കുന്നവരാണ്, അല്ലെങ്കിൽ PDF നോട്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളവർക്ക് സ്ട്രെയിൻ കുറവാകുന്ന ആ ഒരു മോഡൊക്കെ ഉണ്ട്. ആൻഡ് ഡിവൈസ് റണ്ണാവുന്ന ഷവമിയുടെ HyperOS-ലാണ് Android 14 ബേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് HyperOS എന്ന് പറയുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള OS ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അത്യാവശ്യം ബ്ലോട്ട് വെയർസ് ഇതിനകത്തുണ്ട്, ഇല്ല എന്നല്ല. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫിറ്റ്ബിറ്റിൻ്റെ ആപ്പ്, അതേപോലെ MI ക്യാൻവാസ്, നെറ്റ്ഫ്ലിക്സ്, WPS ഓഫീസ്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ, MI ഹോം, ഇതൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാൽ MIൻ്റേതായിട്ടുള്ള ആപ്പ് സ്റ്റോർ ഇല്ലേ, MI ആപ്പ് സ്റ്റോർ, അതേപോലെ അങ്ങനെ അനോയിങ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സംഭവങ്ങളൊന്നുമില്ല. ആകെ നോട്ടിഫിക്കേഷൻ തരുന്നത് ഇവരാണത്. ഈ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, പിന്നെ മ്യൂസിക് ഉണ്ട്, ഇവരുടെ ആ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ ആപ്പ്. സോ ബേസിക്കലി ക്ലീൻ ആണോ എന്ന് വെച്ചാൽ ബ്ലോട്ട് വെയർ വൈസ് ഉണ്ട് അത്യാവശ്യം. പക്ഷേ ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ക്യാൻഡി ക്രഷും അതേപോലത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തരാം, റെക്കമെൻഡേഷൻസ് കാണിച്ചു തരാം, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. സോ ഫോർ ദിസ് പ്രൈസ് പോയിന്റ് ഇറ്റ് ഇസ് ഗുഡ്. ഇനി പ്രോസസർ വൈസ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് MediaTekൻ്റെ Helio G85 പ്രോസറാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ AnTuTu സ്കോർ 2,65,000 ആണ്. സോ 2,65,000 എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഭയങ്കര ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് സാധനമൊന്നും അല്ല. 12 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ്. നോർമൽ ടാസ്കുകൾ, ഇപ്പോൾ ഗെയിമിംഗ് ഒന്നും നിങ്ങൾ നോക്കുക വേണ്ട. നോർമൽ ടാസ്ക്, ഇപ്പോൾ വെബ് സർഫ് ചെയ്യാം, യൂട്യൂബ് കാണുക, വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുക, ഗൂഗിൾ മീറ്റ് എടുക്കുക, യൂട്യൂബിൽ വീഡിയോസ് കാണുക, എന്നിങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ടാബാണിത്. ഇനി ഈ ഒരു സ്കോറിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റാം റോം വേരിയൻസ് ആണ്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ 120 GB സ്റ്റോറേജിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ഉണ്ട് 64 GB. അതേപോലെ കൂടെ നിങ്ങൾക്ക് 4 GB റാമാണ് രണ്ടിലും വരുന്നത്. 4 GB LPDDR4X റാമാണ്. പക്ഷേ സ്റ്റോറേജ് 120 GB അല്ലെങ്കിൽ 64 GB eMMC 5.1 സ്റ്റോറേജ് ആണ്. സോ eMMC എന്ന് പറയുന്നത്
പണ്ടത്തെ ഒരു സ്റ്റോറേജാണ്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്ലോനെസ് എന്തായാലും സ്റ്റോറേജിലുണ്ടാവും, UFS ഒക്കെ പോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറവ് സ്കോർ വരുന്നതും. ബട്ട് ഞാൻ കാണിച്ച പോലെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇടാനായിട്ട് പറ്റും. യെസ്, 2 TB വരെ മെമ്മറി കാർഡ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതാണ് ബാക്കിലുള്ള ക്യാമറ. യെസ്, ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. സോ നമ്മൾ ബാക്ക് ക്യാമറ ഓൺ ആക്കുവാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കാം. മെയിൻലി ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ ഈ ഒരു ഡോക്യുമെൻ്റൊക്കെ സ്കാൻ ചെയ്യുവാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നോട്ട്സൊക്കെ സ്കാൻ ചെയ്യുന്നവർ. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് 5 MP ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത സെൽഫി സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ എടുത്തൊരു സെൽഫി സാമ്പിളാണ്. ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം സെൽഫീസൊക്കെ കൊള്ളാം. മെയിൻലി നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ടീംസ് മീറ്റിങ്ങോ അങ്ങനെ മീറ്റിംഗ് കാര്യങ്ങൾ വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ക്യാമറ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ. ഇനി ഇതിനകത്ത് ബാറ്ററി വൈസ് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ 6650 mAh ഒരു വലിയ എമണ്ട ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 6650 mAh ബാറ്ററി സുഖമായിട്ടൊരു വൺ ഡേ അങ്ങനെ ഡേ എനിക്ക് പറയാൻ പറ്റുമല്ലോ, കാരണം ആരാണ് ഒരു ദിവസം മുഴുവനായിട്ട് ടാബ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, അധികം ഒന്നും ചാർജ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ ഇന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഇപ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ മീറ്റിൻ്റെ യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2 days ഒക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് പോകും. 4G ഒക്കെ ഓണാക്കി വെക്കും. അപ്പോൾ വൈഫൈ ഉണ്ട്, വൈഫൈ ഡ്യുവൽ ബാൻഡാണ്. 2.4 GHz ഉണ്ട്, 5 GHz ഉണ്ട്. അത് നല്ലൊരു കാര്യം. സോ വൈഫൈയിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, ബട്ട് 4Gയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറയും. ബട്ട് 1 day കൂടുതൽ എന്തായാലും ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടും. പക്ഷേ നിങ്ങളെ വിഷമിപ്പിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് ഇല്ല. 10 വാട്ടിൻ്റെ ഒരു ചാർജിങ് ആണ് ഇതിനകത്ത് വരുന്നത്. 6650 mAh നിങ്ങൾ 10 വാട്ടിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ഷമ വേണം. പേഷ്യൻസ് ഈസ് ദ മെയിൻ സംഭവം. ഇതിനകത്ത് 34 മണിക്കൂറോളം ബാറ്ററി നിൽക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ഇന്നലെയാണ് ചാർജ് ചെയ്യുന്നത്. ഇന്നലെ എപ്പോഴാണ് ചാർജ് ചെയ്യുന്നറിയോ? ഇന്നലെ രാത്രി ഞാൻ കുത്തിയിട്ടു. രാത്രി ഏകദേശം, രാത്രി എന്ന് പറയാൻ പറ്റില്ല, പാതിരാത്രി ഒരു 1 മണിക്ക് ഞാൻ കുത്തിയിട്ടു. എന്നിട്ട് രാവിലെ ഒരു 10 മണിയായപ്പോൾ വന്നെടുത്തു. അപ്പോഴേക്കും ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ബട്ട് അങ്ങനെ കുത്തിയിടുക എന്നല്ലാണ്ട് പെട്ടെന്ന് കുത്തിയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണെങ്കിൽ നോക്കണ്ട. ബട്ട് കണ്ടില്ലേ, കുറേ നേരം ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും 98% ആയിട്ടുള്ളൂ ബാറ്ററി. സോ ബാറ്ററി ഡ്രെയിനിങ് കുറവാണ്. ഇത് ചാർജ് ചെയ്യാൻ USB പോർട്ടാണ്, USB 2.0 വെർഷനാണ്. ചില ടാബുകൾക്കുണ്ടല്ലോ ഇൻബിൽഡായിട്ട് GPS ഉണ്ടാവില്ല, GPS കൊടുക്കാറില്ല. ബട്ട് ഇതിനകത്ത് GPS കൊടുത്തിട്ടുണ്ട്. ചില ആപ്ലിക്കേഷൻസിനൊക്കെ ലൊക്കേഷൻ പെർമിഷൻ വേണ്ടി വരും, അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും, മാപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ബട്ട് ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, GPS ഉണ്ട്. സോ ഈ സാറ്റലൈറ്റ്സ് ഒക്കെയാണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ യെസ്, GPS ഉണ്ട്. അതുപോലെ ഈ സാധനത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ വേറെ സാധനമാണ് ഇത് റെഡ്മിയുടെ കവർ. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ മറ്റേ മൈക്രോ ഫൈബർ പരിപാടിയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇടാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതെ കണ്ടില്ലേ, ഇതൊക്കെ IR ബ്ലാസ്റ്റർ ഓപ്പൺ ആണ്, സ്പീക്കർ ഓപ്പൺ ആണ്, ബാക്കിൽ ഇങ്ങനെ സൈഡിലിങ്ങനെ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ സാധനം കണ്ടോ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൈ ഇങ്ങനെ ഇട്ടിട്ട് യൂസ് ചെയ്യാം. അല്ല, കയ്യിൽ നിന്ന് താഴെ വീണ് പോകാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ ഇട്ട് യൂസ് ചെയ്യാനുള്ള സാധനമാണ്. അതേപോലെ ഇത് നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാം. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വെക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നിങ്ങളിത് വെക്കുവാണെങ്കിൽ ഇതേ കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും, വീഡിയോ കോളൊക്കെ ചെയ്യാനായിട്ട്. സോ ഈ ഒരു കവറും അടിപൊളിയാണ്. മേടിക്കുവാണെങ്കിൽ കൂടെ മേടിച്ചു. പക്ഷേ ഈ കവർ ഇട്ട് കഴിഞ്ഞാൽ ഈ കവർ ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പൊട്ടിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ റെഡ്മി പാഡ് SE 4Gൻ്റെ വീഡിയോസ്. കുറേ ആൾക്കാർ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പഠിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടാബ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മളിതിപ്പോൾ വീഡിയോ ചെയ്തു മാത്രം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സെൽബിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.